Hey guys, welcome to another day in my life vlog. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ദോശ ആൻഡ് തേങ്ങ അരച്ച് വെച്ച മുട്ടക്കറി. മുട്ടക്കറിയിൽ മുട്ടയുള്ളത് കാരണം വേറെ എക്സ്ട്രാ മുട്ടയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പഴം പുഴുങ്ങിയത് വേറെ ഉണ്ടായിരുന്നു, ചെറുപയർ പുഴുങ്ങിയത് ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കഴിച്ചാൽ മതി. അതായത് ഇവിടെ ഇങ്ങനെ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽസ്, വൈറ്റമിൻസ് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഐറ്റം ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് മിക്കപ്പോഴും. ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പടം ബ്രോഡാഡിയാണ്. ഈ പടം എപ്പോൾ കണ്ടാലും ഒരു ഫീൽ ഗുഡ് ഇമ്പാക്ട് തരുന്ന ഒരു പടമാണ്. ഇതിനകത്ത് വലിയ ട്രാജഡിയോ കാര്യങ്ങളൊന്നുമില്ല, ഭയങ്കര രസമായിട്ട് കണ്ടോണ്ടിരിക്കാം. ഇന്നത്തെ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഞങ്ങളെ മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ 3 മാസമായി, പക്ഷെ ഇതുവരെ നമ്മൾ മാരേജ് രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല. അപ്പം അത് പോയിട്ട് ചെയ്യാനുണ്ട്. പിന്നെ അവന്റെ ലഞ്ച് എന്ന് പറയുന്നത് അവന്റെ പാപ്പന്റെ വീട്ടിൽ നിന്ന്, അതായത് അച്ഛന്റെ ബ്രദറിന്റെ വീട്ടിൽ നിന്നാണെന്ന് ലഞ്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവിടെ വിരുന്ന് പോകാനുണ്ട്. പറയുമ്പോ അങ്ങനെ പറയണല്ലോ എന്ന് വെച്ചിട്ട് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ അച്ഛന്റെ എല്ലാ സിസ്റ്റേഴ്സിന്റെ ബ്രദേഴ്സിന്റെ എല്ലാം വീട് എല്ലാം ഒരു കോമ്പൗണ്ട് തന്നെയാണ് വരുന്നത്. ഞങ്ങളുടെ തൊട്ട പറയിലായിട്ട് തന്നെയാണ് പാപ്പന്റെ വീടുള്ളത്. ബൈ ദ വേ, നമ്മൾ കഴിക്കുന്നതിനനുസരിച്ച് അമ്മ ഇങ്ങനെ ചൂടുള്ള സാധനങ്ങൾ കൊണ്ടു തന്നോണ്ടേയിരിക്കും. അമ്മയ്ക്ക് അങ്ങനെയാണ്, അതായത് നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്തായിരിക്കും അമ്മ ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പൊ ദോശയാണെങ്കിലും പൂരിയാണെങ്കിലും ഒക്കെ അപ്പപ്പം ചുട്ടിട്ടാണ് തരുന്നുണ്ടാവുക. അപ്പോഴേ നമുക്ക് അതിന്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ പറഞ്ഞുകൊണ്ടിരുന്നത് പാപ്പന്റെ വീട്ടിൽ ലഞ്ച് കഴിക്കാൻ പോകുന്ന കാര്യം. അപ്പൊ പോകുമ്പം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണല്ലോ, കുറച്ച് ബേക്കറി ഐറ്റംസ് ഒക്കെ പോയിട്ട് വാങ്ങിക്കാറുണ്ട്. അത് കൂടാതെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാനിലുള്ളത്. പടം മൊത്തം അപ്പം ഇരുന്ന് കാണാനുള്ള ടൈം ഉണ്ടായില്ല. നേരെ റൂമിൽ ചെന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ നേരെ മാരേജ് രജിസ്ട്രേഷന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിയർ ബൈ അക്ഷയ സെന്ററിൽ പോയി മാരേജ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഓൺലൈൻ ആയിട്ടും ചെയ്യാം, ഓഫ്ലൈൻ ആയിട്ട് പഞ്ചായത്തിൽ പോയിട്ട് ഡയറക്റ്റ് ഹാജരാവുകയും ചെയ്യാം. ഇതിൽ ഞാൻ ഓൺലൈൻ ആയിട്ട് ചെയ്ത സമയത്ത് എനിക്കത് സക്സസ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഞങ്ങൾ പിന്നീട് പഞ്ചായത്തിൽ പോയിട്ട് ഡയറക്റ്റ് ഹാജരാവുക ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇനി നമുക്ക് പാപ്പന്റെ വീട്ടിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകാനുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. പാപ്പന്റെ 2 ചെറിയ മക്കളാണുള്ളത്, അത്തൂസും ഉണ്ണിക്കുട്ടനും. അപ്പൊ അവർക്ക് വേണ്ട സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാനുണ്ട്. നമ്മളെ കൊയിലാണ്ടിയില് ഏറ്റവും കൂടുതൽ ആൾക്കാർ ബേക്കറി ഐറ്റംസ് സ്ട്രെസ്ഫുള്ളി പർച്ചേസ് ചെയ്യുന്ന സ്ഥലമാണ് മലബാർ ചിപ്സ് മാർക്കറ്റിന്റെ അടുത്ത് വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കാരണം ഒരു മോർ ദാൻ 30,000 സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി അവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരോട് പറയുകയും ചെയ്തത് ഫുട്ബോളിന്റെ ആവശ്യമൊക്കെ കഴിഞ്ഞെങ്കിലും ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ഞങ്ങളുടെ പാപ്പന്റെ മക്കൾ അവിടെ ഇരുന്നിട്ട് തകൃതിയായിട്ട് വീടിനകത്ത് ഫുട്ബോൾ കളിക്കുന്നുണ്ട്. എനിക്കിത് കാണുമ്പോൾ കുറച്ച് പേടിയാവുന്നുണ്ട്. എങ്ങാനും മാറി ടിവിക്കോ ബൾബിനോ ഒക്കെ പോയി ഇടിച്ചാലൊന്നൊരു പേടി ഉണ്ടായിരുന്നു. മിഥുനും അവരുടെ കൂടി കളിക്കുന്നുണ്ടായിരുന്നു. ഉച്ചക്കത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ഫുഡായിരുന്നു. ചിക്കൻ ബിരിയാണിയും ചെമ്മീൻ ഫ്രൈയും ഭയങ്കര അടിപൊളി സംഭവമായിരുന്നു. അതായത് ചെമ്മീൻ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വെച്ച കുക്കിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഈ കുക്കിംഗ് ഒക്കെ കാണുമ്പോൾ ഞാൻ മനസ്സിൽ എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഒട്ടും വശമില്ലാത്ത ഒരു പരിപാടിയാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. ഫുഡ് ഞങ്ങൾ എല്ലാരും കൂടി ഇരുന്നിട്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് ആസ്വദിച്ച് ടേസ്റ്റ് അറിഞ്ഞുകൊണ്ടാണ് കഴിച്ചിട്ടുള്ളത്. നല്ല ടൈം ഉണ്ടായിരുന്നു. കുറെ ചെമ്മീൻ കിട്ടി. ഞാൻ പിന്നെയും ചെമ്മീൻ കഴിച്ചു. ചിക്കനേക്കാളും കൂടുതൽ ഞാൻ ചെമ്മീനാണ് കഴിച്ചത് ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം പായസം ഉണ്ടായിരുന്നു, സേമിയ പായസം. അത് പക്ഷെ ഞാൻ കുറവേ കഴിച്ചിട്ടുള്ളൂ. പായസം ഞാൻ പൊതുവേ ബാക്കോട്ടാണ്. എനിക്ക് അധികം മധുരം എനിക്ക് അത്ര സെറ്റ് ആവാറില്ല. പിന്നെ നിങ്ങൾക്ക് അറിയോ, ഇതിന്റെ ഫാമിലിയിൽ നമ്മളെ വിരുന്നിന് വിളിക്കുന്ന സമയത്ത് ചിലരൊക്കെ നമ്മൾ പുതിയ ആളായത് കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഡ്രസ്സ് വാങ്ങിച്ചു തരും. അങ്ങനെ മിഥുന്റെ പാപ്പന്റെ വീട്ടിൽ നിന്നും എനിക്കൊരു ഗിഫ്റ്റ് കിട്ടുണ്ടായി. ആ ഗിഫ്റ്റ് ഞാൻ തുറന്നു നോക്കിയ സമയത്ത് അതിനകത്ത് സാരിയാണ് ഉള്ളത്. നല്ല ഭംഗിയുള്ള സാരിയാണ്. ഒരു ലൈൻസ് വരുന്ന ഓൾമോസ്റ്റ് റോസ് പർപ്പിൾ കളറിൽ വരുന്ന ഒരു നല്ല അടിപൊളി സാരിയാണ്. അങ്ങനെ സാരിയും വാങ്ങിച്ച് കുറച്ചു നേരം കൂടെ റെസ്റ്റ് എടുത്തൊന്ന് സെറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് കുറച്ചും കൂടി പർച്ചേസ് ബാക്കി ഉണ്ടായിരുന്നു. അത് കൂടാതെ എനിക്ക് ഐബ്രോസ് ത്രെഡ് ചെയ്യാനും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉള്ളത് കാരണം നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളെ പർച്ചേസിന് വേണ്ടിയിട്ട് ഇറങ്ങി. വൈദവേ ഇതായിരുന്നു കേട്ടോ സാരി. എന്തൊക്കെ ഭംഗിയുള്ള ആചാരങ്ങൾ അല്ലേ. നമുക്ക് എപ്പോഴും ഗിഫ്റ്റ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണല്ലോ. മക്കളൊക്കെ വലുതാവുന്നതിനനുസരിച്ച് അവർക്ക് ട്യൂഷനും ക്ലാസ്സുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പൊ കാണുന്ന സമയം ഭയങ്കര കുറവാ, പക്ഷെ ഭയങ്കര സ്നേഹം നമ്മൾ കാണുമ്പോ ഒക്കെ. ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് കൊയിലാണ്ടിയുള്ള ഫെയർ ആൻഡ് ലവ്ലിയിലായിരുന്നു. പാർലറിൽ പോയി നമ്മൾ ത്രെഡ് ചെയ്തു. കുറെ നാളായിട്ട് കാട് പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഷോപ്പിംഗ് ആയിരുന്നു. ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഞാൻ ഉദ്ദേശിച്ചൊരു ടൈപ്പ് സംഭവം എനിക്ക് കിട്ടിയില്ല. അപ്പൊ കുറച്ചു നേരം ചുമ്മാ ഷോപ്പിങ്ങിന് മാക്സിൽ പോയി കറങ്ങിയതല്ലാതെ വേണ്ട സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്റെ കേസിൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ, നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ആദ്യം എടുക്കുന്ന ഒരു 3 4 മാക്സിമം 5ാമത്തേനകത്തു നിന്നും നമ്മൾ നല്ലൊരെണ്ണം സെലക്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് എന്റെ പോളിസി. അതായത് സെയിൽസ്മാൻമാരുള്ള ഷോപ്പിലൊക്കെ പോയിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ഒരു 5 കൂടുതലൊന്നും ഞാൻ എടുത്തിടാൻ വേണ്ടി പറയാറില്ല. അപ്പൊ അതിനകത്ത് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എന്റെ ഒരു മൈൻഡ് സെറ്റ്
എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൂടുതൽ എണ്ണം വലിച്ചിട്ട് കഴിഞ്ഞാലും ലാസ്റ്റ് ഞാൻ എടുക്കുമ്പം നമ്മൾ ആദ്യം വലിച്ചിട്ടിട്ടുള്ള 4-5 എണ്ണത്തിന്റെ അകത്തുനിന്നായിരിക്കും മിക്കവാറും സെലക്ട് ചെയ്യുന്നുണ്ടാവുക. എന്റെ കേസിലാണ്. ഇവിടെ ഞാൻ കയറിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി, ആദ്യത്തെ ഒരു 4-5 എണ്ണം എടുത്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് വേണ്ട സംഭവം ഇവിടെ ഇല്ലാന്ന്. എന്തായാലും വന്നല്ലേ, ബാക്കി കൂടെ കളക്ഷൻസ് നോക്കിയിട്ട് പോവാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ ബാക്കി മുഴുവൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ പോലും മിഥുന് 3-4 ടീഷർട്ടുകൾ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. അവന് ഇഷ്ടപ്പെട്ട ടീഷർട്ട്, അവൻ കുറെ കാലമായിട്ട് വാങ്ങിക്കണം എന്നുള്ള കളറിലുള്ള ടീഷർട്ടൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടായി. ഇനി കുറെ നേരം നിന്ന് സമയം കളഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലായത് കാരണം നമ്മൾ മെല്ലെ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഡിന്നർ നമ്മൾ പുറത്തുനിന്ന് കഴിക്കോ അതോ വീട്ടിൽ വന്നിട്ട് കഴിക്കോ എന്നുള്ള ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്നത് കാരണം അമ്മ പ്രത്യേകിച്ച് ഫുഡൊന്നും രാത്രിത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളും കൂടെ പോയിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് പ്രകാരം ആ സമയത്ത് ഉണ്ടാക്കാന്നുള്ളൊരു മൈൻഡിൽ ഇരിക്കുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോ എനിക്ക് ചെറുതായിട്ട് ഉണക്കമീൻ കഴിക്കാൻ തോന്നി. കാരണം പച്ചമീൻ എപ്പോഴും കിട്ടുന്നതാ, പക്ഷെ ഉണക്കമീൻ അങ്ങനെ അധികം കഴിക്കാറില്ലല്ലോ. ഉണക്കമീൻ കഴിക്കാൻ ആഗ്രഹം തോന്നിയപ്പം ഇതിനപ്പുറത്തെ വീട്ടിൽ മാമീന്റെ അടുത്ത് പോയിട്ട് ഉണക്കമീൻ വാങ്ങിച്ചു വന്നു. അച്ഛൻ രാത്രി മിക്കവാറും ചപ്പാത്തിയാ കഴിക്കാറ്. മിഥുന് ചപ്പാത്തി കമ്പൽസറി ആണ്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ അവരോട് പറഞ്ഞു, ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ അപ്പന ചപ്പാത്തി അപ്പന ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതിയെന്ന്. അമ്മ രാവിലെ മുതൽ നമുക്ക് വേണ്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും, നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും അമ്മ രാവിലെ മുതലേ ചെയ്തു തരുന്നുണ്ടായിരുന്നു. അത് കാരണം അമ്മേനോട് ഞങ്ങൾ പറഞ്ഞു, അമ്മ പോയിട്ട് റെസ്റ്റ് എടുത്തോ, ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാന്ന്. ഇത് ഉരുട്ടിയാ പോരാ? 6 ഉരുട്ടാക്കണം. 6 ഉരുട്ടേ ഞാൻ ഉരുട്ടു, അമ്മ പേടിക്കണ്ട. കുറച്ച് പൊടി തന്നാ മതി. മറ്റേ അതാണ് ഞാൻ പറഞ്ഞ പൊടി തരാം. എനിക്ക് പറ്റാറിയോ? അങ്ങനെ ഞാൻ പരത്താന്നും അവൻ ചപ്പാത്തി ചുടാന്നുള്ള ധാരണയിലെത്തി. എന്നിരുന്നാലും ഉണക്കമീന്റെ കാര്യങ്ങളൊക്കെ അമ്മ തന്നെയായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ എനിക്ക് മത്തി ഭയങ്കര ഇഷ്ടമായത് കാരണം കുറച്ച് മത്തി പൊരിക്കുകയും ബാക്കി കുറച്ച് മത്തി മുളകിട്ട പോലെ കറി വെക്കുകയും ചെയ്തു. ഒരുമിച്ചൊക്കെ ചെയ്യുമ്പോൾ പണിയെടുക്കാൻ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഭയങ്കര പാടാന്ന് എനിക്ക് മനസ്സിലായി. ഇവൻ ഇപ്പൊ ഇവിടെ നിൽക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പരത്തലിനെ ട്രോളാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ കുറെ നാൾ മുമ്പാണ് ചപ്പാത്തി പരത്തിയൊക്കെ ചുട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ ചപ്പാത്തിന്റെ ആവശ്യം വരുമ്പോൾ മിക്കവാറും പാക്കറ്റ് ചപ്പാത്തി വാങ്ങിക്കുക ചെയ്യാം. വീട്ടിലുള്ള സമയത്താണെങ്കിലും ചപ്പാത്തി അങ്ങനെ ചുടുന്ന ഒരു ശീലം ഉണ്ടായിരുന്നില്ല. ഇനി അഥവാ നമുക്ക് ഗോതമ്പിന്റെ എന്തെങ്കിലും ഐറ്റം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എളുപ്പത്തിന് ദോശ പോലെ ഉണ്ടാക്കി ചുടാറേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ചപ്പാത്തി പരത്തിയിട്ട് ഒത്തിരി നാളായി. അത് കാരണം ഞാൻ പരത്തുമ്പോൾ അത്ര ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ചപ്പാത്തി പണി പകുതി ആവുമ്പോഴത്തേക്കും അമ്മ ഉണക്കമീൻ പൊരിച്ചിട്ട് മത്തി മുളകിട്ട കറിയായിട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ബാക്കിയുള്ള പരിപാടി എന്ന് പറയുന്നത് മത്തി പൊരിക്കലാണ്. അത് വേണ്ടി തിന്നണ്ടേ? തിന്നണ്ടേ? തിന്നണ്ടോ? ഞങ്ങൾ ഉണക്കമീൻ ചോദിക്കും. ചപ്പാത്തി കഴിച്ചു. നീ അപ്പന കാം കരോ. നീ ചപ്പാത്തി പരത്താൻ പഠിക്കാതെ ഞാൻ ചൂടാൻ പഠിക്കാം. ചപ്പാത്തി ഞാൻ ചൂടാൻ തുടങ്ങിയിട്ട് കാലത്രയെന്ന് അറിയാം. ഞാൻ +2 പഠിക്കുമ്പോൾ ചപ്പാത്തി ചൂടാൻ തുടങ്ങി. ഇല്ല അമ്മ, ഞാൻ +2 പഠിക്കുമ്പോൾ അമ്മക്കെല്ലാം സാധനം ചെയ്ത് വെക്കും. ഇപ്പൊ മാറിപ്പോയിക്കാനാ. ഇപ്പൊ ഞങ്ങൾ പണിക്കോണല്ലേ. അപ്പൊ എങ്ങനെ പണിക്ക് പോകുമ്പോ നമുക്ക് പണി ഓൾറെഡി എടുക്കുന്നുണ്ട്. അപ്പൊ അമ്മക്കും കൂടി സഹായിക്കാനുള്ള സമയം ഉണ്ടാവില്ല. കുറച്ച് സമയം ചപ്പാത്തി ഇത് തുറക്കൂ സീസേ, തുറക്കൂ. ചപ്പാത്തി കൊള്ളാലേ, മോന് ഭാവിയുണ്ട്. നമുക്ക് കഴിക്കാം കട്ട്. ചപ്പാത്തി ചൂടാനും അറിയാം, ചപ്പാത്തി പരത്താനും അറിയാം, ചപ്പാത്തി കോല് കഴുകാനും അറിയാം. അമ്മ ഇത് അടുത്ത പ്ലേറ്റിൽ ഓടാക്കിയിരിക്കുന്നു. എന്തോ സ്വഭാവം അല്ലേ അമ്മ? എന്തോ സ്വഭാവം അല്ലേ? ഞാൻ എന്താ വിചാരിക്കാം. അല്ല എന്തുണ്ടോ മത്തി വിത്ത് കൊറേ മത്തിന്റെ എണ്ണറെന്ന് പറയും, മുട്ട എന്നൊക്കെ പറയുന്ന ഭാഗമാണ് പൊരിക്കുന്നത്. സോ ഇതോടുകൂടി നമ്മളെ ഡിന്നർ റെഡി ആയിട്ടുണ്ട്. മത്തിക്കറി,
പച്ചക്കറി, മത്തി പൊരിച്ചത്, മത്തീന്റെ എണറ് പൊരിച്ചത്, അതിൽ കൂടുതലുള്ള എണറ് പൊരിച്ചതാ, പിന്നെ ഉണക്കമീൻ ഉണ്ട്, ചോറുണ്ട്, ദെൻ ലാസ്റ്റ് ചപ്പാത്തി ഉണ്ട്. ഇതിനകത്ത് മിഥുനും അച്ഛനും ചപ്പാത്തി, എനിക്കും അമ്മയ്ക്കും ചോറ്. ഇങ്ങനെയാണ് കണക്ക്. എനിക്ക് രാത്രി ചപ്പാത്തി കഴിക്കുന്ന മടിയാ. അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഒരു കുക്കുംബർ ഉണ്ടായിരുന്നു, അത് നമുക്ക് കട്ട് ചെയ്തിട്ട് അമ്മ ഇങ്ങനെ മീനിന്റെ സൈഡിലായിട്ട് വെച്ചത് മാത്രമേ കണ്ടിട്ടുള്ളൂ. ബാക്കി അപ്പം തന്നെ ഞാൻ തിന്നു തീർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മത്തീന്റെ എണറ് ഇവരാരും കഴിക്കില്ല, കൂടുതലായിട്ട് ഇവരാരും കഴിക്കില്ല, ഞാൻ തന്നെ കഴിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വെച്ചപ്പോ തന്നെ ഫുഡ് എടുക്കാനൊന്നും നോക്കി നിൽക്കാതെ ഞാൻ ആ പാത്രത്തിൽ കൈയിട്ടിട്ട് മത്തീന്റെ എണറായിട്ട് തിന്നു തുടങ്ങിയിട്ടുണ്ട്. കുറെ തിന്നപ്പോൾ കുറച്ച് ബാക്കി ഭാഗം വന്നപ്പം കുറച്ച് മിഥുനും കൂടെ കൊടുത്തിട്ടുണ്ട് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട്. മിഥുന്റെ അമ്മ ഫുഡ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ മിഥുന്റെ അച്ഛനും നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും. ചില ദിവസങ്ങളിലൊക്കെ അച്ഛൻ ഉണ്ടാക്കാറുണ്ട്. ഇപ്പൊ ചിക്കനൊക്കെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛനായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ പായസമൊക്കെ അതിന്റെ എങ്ങനെയാണോ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഓതന്റിക് റെസിപ്പി എങ്ങനെയാണോ അതുപോലെയാണ് എക്സാക്ട് അച്ഛൻ അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ കുറെ സ്പെഷ്യൽ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അച്ഛനായിരിക്കും കൂടുതലായിട്ടും ഫുഡൊക്കെ ഉണ്ടാക്കുക. രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടും ആപ്പിളും ഉണ്ടായിരുന്നു. അത് രണ്ടും അമ്മ കട്ട് ചെയ്ത് തന്നപ്പോൾ നമ്മൾ കഴിച്ചു. അമ്മയ്ക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കുറെ ഫുഡ് ഉണ്ടാക്കും, എന്നിട്ട് അമ്മയ്ക്കത് നമ്മൾ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം. അതായത് അമ്മ ചെയ്ത് തന്നിട്ട് നമ്മൾ കഴിക്കുന്നത് അമ്മയ്ക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കൊടുക്കും. അപ്പൊ നമുക്ക് എന്താ വലുതായിട്ട് പണിയൊന്നും എടുക്കാതെ തിന്നുകൊണ്ടിരിക്കാം. പിന്നെ എനിക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കറി ഐറ്റംസും കൂടെ അമ്മ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതോടുകൂടി ഭയങ്കര ബിസി ആയിട്ടുള്ള ഈ ഒരു ദിവസം കൂടെ കഴിഞ്ഞു പോവാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.